പ്രൈസ് ലോർഡ്. ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചനത്തിന് അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ അതിൻ്റെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയാകും. ഓരോ തിരുവചനങ്ങളും ഓരോ അധ്യായങ്ങളും എടുത്തൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിലും ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടണമെങ്കിൽ നാം ഇത് ഓരോ അധ്യായവും ഓരോ വേർഡ്സും നാം പഠിച്ചെങ്കിലേ നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ആ ബ്യൂട്ടി ആണ് ഓരോ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് അവരെ നടത്തുന്നത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ ഈ ഒരു വലിയ റിവൈവലിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന് നാം ചിന്തിച്ചു വരുന്നല്ലോ. ഒരു തരത്തിൽ ചിന്തിച്ചാൽ അപ്പോസ്തലന്മാരിൽ നിന്ന് ആരംഭിച്ച 120 പേര് മാളിക മുറിയിൽ കൂടി നിന്ന് അവരിൽ നിന്ന് ആരംഭിച്ച ദൈവസഭ ഒരു 7 വർഷത്തിന് അകത്ത് വെച്ച് ലക്ഷങ്ങൾ ദൈവസഭയോടുകൂടെ ചേരുവാനായിട്ടിടയായി. ഇത് ഈ ഒരു പ്രോസസ്സ് പരിശുദ്ധാത്മാവ് തന്നെ അവരിലൂടെ ചെയ്യുന്ന കഴിവും എടുക്കരുമൊന്നും ആയിട്ടുള്ള അപ്പോസ്തലന്മാരല്ല. പക്ഷെ അവരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഓരോ ക്രിയകൾ അതാത് സമയത്ത് അവരെ അതാത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ ലൂക്കോസ് ഈ അധ്യായങ്ങളിലൊക്കെ ഇത് കണക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് കഴിഞ്ഞ ആഴ്ച നിർത്തിയത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലാണല്ലോ. 36-ാം വാക്യത്തില് 31-ാം വാക്യത്തിലാണ് നാം നിർത്തിയത്. അതിനുശേഷം പത്രോസിനെ കുറിച്ചും പൗലോസിനെ ഇതിനകത്തോട്ട് ദൈവസഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 വ്യക്തികളെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ടിടയായി. പൗലോസിനുണ്ടായ മാനസാന്തരത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. പിന്നെയും പത്രോസിലേക്ക് മടങ്ങി വരികയാണ് 32 തൊട്ടുള്ള വാക്യങ്ങളിൽ. ഐനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സൗഖ്യവും തബീതെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതുമാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത്. ഈ തബീതയുടെ 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 36 തൊട്ടുള്ള വാക്യങ്ങൾ. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോരുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടി വളരെ നാൾ യോപ്പയിൽ പാർത്തു. യോപ്പയിലെ ദൈവവചനം ചെല്ലുന്നതാണ് നാം ഈ ഭാഗത്തിൽ കാണുന്നത്. ഒരു കാര്യം അവിടെ പറയുന്നു. ശിഷ്യയായ തബീതയെ കുറിച്ച് പറയുന്നു. തബീത ഒരു ശിഷ്യയായിരുന്നു. വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും അവൾക്ക് രോഗം വന്നു. അവള് മരണപ്പെടുവാനായിട്ട് ഇടയായി. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണകൾ പലരുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് രോഗങ്ങൾ വരാറില്ല, ഭാരങ്ങൾ വരാറില്ല, ബുദ്ധിമുട്ടുകൾ വരാറില്ലെന്ന്. എന്നാൽ ഈ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവൾക്ക് ദീനം പിടിച്ചു, അവൾ മരിച്ചു. അവളെ അങ്ങനെ ദീനം പിടിച്ച് മരിച്ച തബീതയെ പത്രോസ് എണ്ണീപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട്, അങ്ങനെ വലിയ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ അവിടെ സംഭവിക്കുന്നത് കൊണ്ട് യോപ്പയിലേക്ക് സുവിശേഷം വളരെ ശക്തമായിട്ട് വ്യാപരിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ യോപ്പയില് വലിയ ദൈവപ്രവൃത്തികൾ ആ ഭാഗങ്ങളിൽ കാണാം. ഇന്ന് ഞാൻ 10-ാമത്തെ അധ്യായമാണ് കുറച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തില്
കൈസരിയയിൽ നടന്ന വലിയൊരു ഉണർവിനെ കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ നാം കാണുന്നത്. അവിടെ അതിന്റെ ഒന്നാമത്തെ വാക്യം തൊട്ട് വായിച്ച, ഒന്നാമത്തെ വാക്യം തൊട്ട് 8-ാമത്തെ വാക്യം വരെ. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പിറ്റന്നാൾ അവർ മതി. പ്രൈസ് ലോർഡ്. ഇപ്പൊ 1-2 കാര്യങ്ങൾ ഇതിനകത്ത്, ഇത് വളരെ ക്ലിയർ ആണ്. ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 1-2 കാര്യങ്ങൾ മാത്രം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇവിടെ ദൈവത്തിന്റെ, പിതാവാം ദൈവത്തിന്റെ ഒരു ഹൃദയം ഇവിടെ പത്രോസിനെയും റിവീൽ ചെയ്യുന്നത്, പത്രോസിനെ മാത്രമല്ല യഹൂദന്മാരുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, നേരത്തെ വായിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഇതിന്റെ ഒരു കോറായിട്ട് നാം ചിന്തിക്കുന്നത്. ഒന്ന്, സുവിശേഷം എങ്ങനെ ആരംഭിച്ചു, അത് യെരൂശലേമിലും യഹൂദിയരെല്ലായിടവും, പിന്നെ ശമരിയയിലും, പിന്നെ ജാതികളുടെ ഇടയിലും. ആ ഒരു സീക്വൻസിലാണ് ഈ സുവിശേഷത്തിന്റെ പോക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും, ഓരോ കാലഘട്ടങ്ങളിലും, ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ വളരെ വ്യക്തമായ ഒരു പദ്ധതി പ്രകാരമാണ് ഈ സുവിശേഷത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ചിന്തിച്ചാലും, ഈ കാലഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും സുവിശേഷം എത്തുന്നതിനകത്തൊക്കെ ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതിയും ഉണ്ട്. അത് മനുഷ്യർ വിചാരിച്ചാലോ ഗവൺമെന്റ് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണങ്ങൾ വിചാരിച്ചാലോ ഒന്നും തടയുവാനായിട്ട് കഴിയത്തില്ല. അതാത് സമയത്ത് സുവിശേഷം എത്തേണ്ടടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലരിലൂടെ ആ സുവിശേഷം എത്തുവാൻ തന്നെ ഇടയാകും. അത് വളരെ നമുക്ക് ഇക്കാര്യം, ദൈവത്തിന്റെ എന്തെങ്കിലും പ്രവചനമുണ്ടെങ്കിൽ അത് നിറവേറിയെങ്കിലേ കഴിയത്തുള്ളൂ. ഏത് വ്യക്തികളിലൂടെ ആണെങ്കിലും അത് നിറവേറിയെങ്കിലേ സാധ്യമാകത്തുള്ളൂ. ഇവിടെയും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ദൈവസഭയിൽ സംഭവിക്കുന്നത്. കാര്യം, അതുവരെ യഹൂദന്മാർക്ക് പല പ്രവാചകന്മാരിലൂടെയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെയും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവരുടെ ചിന്തകളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സിനകത്തിരിക്കുന്ന ചിന്ത മുഴുവനും ജാതികളെ വളരെ ചെറുതായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരു ജാതീയ വിഭാഗത്തിലിരിക്കുന്ന ഒരു സ്ത്രീയോട് പറയുന്ന ഒരു വാക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഈ മക്കൾക്കുള്ള അപ്പം നായ്ക്കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതുപോലെയായിരുന്നു യഹൂദന്റെ മനസ്സിലുള്ള ജാതികൾ. അവരെ വളരെ ചെറുതായിട്ടാണ്, അല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഏറ്റവും അവര് ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രങ്ങൾ എന്നൊക്കെ ആയിരുന്നു ഈ യഹൂദന്റെ ചിന്ത. അവരെ ഒരു മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത അങ്ങനെയുള്ള ചിന്താഗതിയിലിരിക്കുന്ന യഹൂദന്മാരിലാണ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ദൈവം ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഡ്യൂട്രോണമി, നമ്മൾ 1-2 വാക്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7:8. ഇവിടെ ജാതികളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പല വാക്യങ്ങളിലൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഹൂദന് ഈ കാര്യത്തിന്റെ ഒരാഴം മനസ്സിലായിട്ടില്ല. വായിച്ചാൽ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് യഹൂദന്റെ മനസ്സിനകത്തുള്ള ചിന്ത. അപ്പൊ ഈ നിന്നെ ഒരു വിശുദ്ധ ജനമാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ വിശുദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡെഫിനിഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഡെഫിനിഷനാണ് വിശുദ്ധിയെ കുറിച്ചുള്ളത്. ചിലർ വസ്ത്രധാരണം വെച്ച്
വിശുദ്ധിയെ ഡിഫൈൻ ചെയ്യാറുണ്ട്. പലതരത്തിലാണ് നമ്മൾ വിശുദ്ധിയെ ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വിശുദ്ധി, ഹോളി എന്നുള്ള വാക്കിന് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ യു ആർ സെറ്റ് അപ്പാർട്ട്, നീ വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ്. ഇപ്പൊ യഹൂദനെ സംബന്ധിച്ച് അവനാണ് ദൈവത്തിന്റെ ജനം, അവനാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട സ്വന്തം ജനം എന്നറിയപ്പെടുന്ന ഒരു ജനം. യെശയ്യാവില് പിന്നെയും യേശുവിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് യെശയ്യാ പ്രവാചകന് പറയുന്നത് 49-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. 6-ാമത്തെ വാക്യം കൂടെ. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. മശീഹായെ കുറിച്ച് പ്രവചിക്കുന്നു. അത് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജാതികളുടെ പ്രകാശമാകേണ്ടതിനും കൂടെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒക്കെ പലയിടങ്ങളിലും ഈ ജാതികൾ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും യഹൂദന്മാർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും അവർക്കില്ലായിരുന്നു. അവർക്ക് ഇതിനെ അതുപോലെ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവിടെ യൂസ് ചെയ്തിരിക്കുന്നു, മെനി നേഷൻസ് ഷാൾ ജോയിൻ themselves to the Lord. മലയാളത്തിൽ വായിക്കാം. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ഒരു ജനമായി തീരും. നോക്കുക, പല പ്രവാചകന്മാരിലൂടെ ഇത് പ്രവചിച്ചിട്ടുണ്ടെങ്കിലും യഹൂദനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇതുപോലെ ശക്തമായിട്ട് അവർ അപ്പോസ്തലന്മാരാണെങ്കിൽ പോലും അവർക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം അതാ, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ പലപ്പോഴും ദൈവത്തിനൊന്ന് മാറ്റിയെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ദൈവദാസനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സുവിശേഷം അറിയാത്ത, ദൈവവചനം അറിയാത്ത ഒരാളെ ദൈവവചനം പഠിപ്പിക്കാൻ എളുപ്പമാണെങ്കിലും വചനം അറിയാവുന്നവരുടെ ചിന്തയൊന്ന് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ വചനം അറിയാമെന്ന് ചിന്തിക്കുന്നവരുടെ ഒരു മെന്റാലിറ്റി ഒന്ന് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. കാര്യം അവർ വിചാരിക്കുന്ന അവർക്കെല്ലാം അറിയാമെന്നാണ്, അവർ പറയുന്നതാണ് ശരിയെന്നുള്ളതാണ് പലപ്പോഴും ഒരു ചിന്താഗതി. ഇപ്പൊ യഹൂദനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും ഇതിനകത്തുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ മാറ്റിയെടുക്കുവാനായിട്ട്, ഈ അപ്പോസ്തലന്മാരെ പോലും മാറ്റിയെടുക്കാനായിട്ട് വലിയ പ്രയാസം. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്കത് വളരെ രസകരമായിട്ടുള്ള ചില വാക്യങ്ങളൊക്കെ നമുക്കതിന് ചിന്തിച്ചാല് നമുക്ക് മനസ്സിലാകും എന്താ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ ഒന്ന് പറയാം. യേശു തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ കൂട്ടത്തിലല്ല, എനിക്ക് മറ്റ് ഒന്നുകൂടെ വായിക്കാതെ, I have the other sheep, they are not of this fox. ഈ തൊഴിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. യേശുവും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും യഹൂദനെ സംബന്ധിച്ച് അവർക്കിത് മനസ്സിലാക്കുവാനോ ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. കാര്യം യഹൂദനെ സംബന്ധിച്ച് ആരെങ്കിലും രക്ഷയിലേക്ക് വരണമെങ്കിൽ തന്നെ അവൻ ആദ്യം യഹൂദനായി മാറണം, യഹൂദന്റെ ആ നിയമങ്ങളെല്ലാം പാലിക്കുകയും അതിനുശേഷമേ ഒരു വ്യക്തിക്ക് യേശുവിനെ അറിയാൻ കഴിയത്തുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ്, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിലും ഒരു ചട്ടക്കൂടിലും ഇരിക്കുന്ന പത്രോസിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഇത്രയും പ്രവചനങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും അതിനെ ഒന്ന് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ജാതികളുടെ വീണ്ടെടുപ്പ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും യേശു ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ
പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ യേശുവിന്റെ ശുശ്രൂഷയിൽ ഇതൊന്നും കാണുന്നില്ല. യഹൂദനെ തേടിയാണ്, കാണാതെ പോയ ആടിനെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് യേശു പലയിടത്തും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശിഷ്യന്മാർക്ക് ഈ കാര്യം അത്ര ആഴത്തിലോ അല്ലെങ്കിൽ ഈ കാര്യത്തിന്റെ ഒരു വ്യക്തത അവർക്കില്ലായിരുന്നു. ജാതികൾ സുവിശേഷം അറിയും. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൊർന്നല്യോസിനെ കുറിച്ച് ഒരു വിവരണം കൊടുക്കുകയാണ്. ഈ കൊർന്നല്യോസിന്റെ താൻ യഹൂദനല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കൊർന്നല്യോസ് ഒരു ഇറ്റാലിയൻ പട്ടാളത്തിന്റെ ഒരു മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ 100 പേരുള്ള സോൾജിയേഴ്സ് ഉള്ള അങ്ങനെയുള്ള ഒരു ബറ്റാലിയന്റെ കമാൻഡിങ് ഓഫീസേഴ്സ് ആണെന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഇത്ര അധികാരത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു, ഹി വാസ് സോ ഡിവോട്ടഡ്. ആ ഒരു പദം 2-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഭക്തനും സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. എന്നിട്ട് ജനത്തിന് ധർമ്മം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ജാതിയായിരുന്നെങ്കിൽ പോലും അതിനകത്ത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭക്തനായ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഈ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് പേർക്ക് ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുന്ന വളരെ ജനറസ് ആയ ഒരു വ്യക്തിയായിരുന്നു. ഈ ജനറോസിറ്റി ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പേരും ഒരുപാട് അനാഥാലയങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. ഈ ജനറോസിറ്റിയും ഡിവോഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. കാര്യം ഒരുപാട് പൈസ ഉള്ളവർക്ക് ഒരുപാടെടുത്ത് പൈസയൊക്കെ കൊടുത്ത് അവരുടെ പേരൊക്കെ വലുതാക്കുകയും അവർ ന്യൂസ് പേപ്പറിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഡിവോഷൻ എന്ന് പറയുന്നത് അവർ ഈ പേരിന് വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അവർക്ക് ആ ദൈവത്തോടുള്ള ഭക്തിയിൽ ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു. ഈ വ്യക്തി ഇന്ന് താമസിച്ചായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധ, ഒരു സെയിന്റ് പദവിയിലേക്ക് ഉയരാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. വേണമെങ്കിൽ നമുക്ക് സെയിന്റ് കൊർന്നല്യോസ് എന്നൊക്കെ അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. കാര്യം അതുപോലെ നല്ല പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ കൊർന്നല്യോസ്. ഈ കൊർന്നല്യോസിനെ കുറിച്ച് പിന്നെ പറയുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടുത്തെ ഒരു പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കിയാൽ താൻ എവിടെ കയറിയിരുന്ന് പ്രാർത്ഥിച്ചെന്ന്, വെൺമാടത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുവെന്ന്, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പം ഒരു പ്രാർത്ഥന ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു. താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നതും താൻ സ്പഷ്ടമായിട്ട് കണ്ടു. എന്നിട്ട് കൊർന്നല്യോസിനോട് പറയുന്നു, എന്താണ് പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യണം, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ള ഒരു ശീമോനെ വരുത്തുക. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിനൊരു കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കുറവ് തീർക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ദർശനത്തില് ദൂതൻ വന്ന് തന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, നീ പത്രോസിനെ കൊണ്ടുവരണം. അപ്പൊ തൻ്റെ ജീവിതത്തിലെ തൻ്റെ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചാൽ നമുക്കറിയാം, ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഡിവോഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഭക്തി മാത്രം പോരാ, ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം വ്യക്തമായിട്ട്. നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം വരണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നാം വരണം. അവിടെ അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം പഠിക്കാൻ ഇടയാകുന്നത്. ആ 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കാം. പിന്നെ യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. 20 കൂടെ വായിച്ചു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്.
നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്നെന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഇത് ധനികനായ ഒരു പ്രമാണി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ, യേശുവിന്റെ അടുത്ത് ചെന്നപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് തീർത്തിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. പലപ്പോഴും നാം ഇന്ന് പാടിയപ്പോഴൊക്കെ പറഞ്ഞ പോലെ നാം പറഞ്ഞു, കർത്താവിന്റെ ഒരു ശബ്ദം കേൾക്കണം. നമ്മുടെ വാസ്തവമായ ഒരു ആഗ്രഹം നമ്മുടെ അതാണെങ്കിൽ കർത്താവ് നമ്മുടെ കുറവുകളെയൊക്കെ നമുക്ക് കാണിച്ചു തരുവാനായിട്ട് ഇടയാകും. വാസ്തവമായും ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ, കർത്താവേ, നീ എൻ്റെ കുറവുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരണമേ, നീ ഹൃദ്യമായി എന്നോടൊന്ന് സംസാരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പലപ്പോഴും പല ദൈവദാസന്മാരും ഒക്കെ പറഞ്ഞ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം, നമ്മൾ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു റേഡിയോ പോലെ നാം പറയുന്ന മാത്രം ദൈവം കേൾക്കാതെ പ്രാർത്ഥനയിൽ കുറച്ചൊരു ഗ്യാപ്പൊക്കെ കൊടുത്താൽ ദൈവം പറയുന്നത് നമുക്കും കേൾക്കാൻ കഴിയുമെന്നുള്ളത്. പലപ്പോഴും നാം ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് തിരിച്ച് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥനയൊക്കെ നിർത്തിപ്പോയി കിടന്നുറങ്ങും. എന്നാൽ ദൈവത്തിനോട് ഒന്ന് പറയാനുള്ള ഒരു അവസരം കൊടുത്താൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. പലപ്പോഴും നമ്മൾ ദൈവത്തിന് പറയാനുള്ള ഒരു അവസരം നാം കൊടുക്കാറില്ല. ഇവിടെ ഈ മനുഷ്യന് തൻ്റെ ആ യഥാർത്ഥമായ ഡിവോഷൻ, ദൈവത്തിനെ യഥാർത്ഥമായിട്ടും ഫോളോ ചെയ്യണമെന്നുള്ള തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കണ്ടപ്പോൾ ദൈവം തന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. വാസ്തവമായി നാം ദൈവത്തെ യഥാർത്ഥമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ക്രമീകരണങ്ങളും വരുത്തുവാനായിട്ട് ഇടയാകും. ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അന്നേരത്തേക്ക്, ചെറിയ സമയത്തേക്ക് അത് ചിലപ്പോൾ ഇച്ചിരി ഭാരവും പ്രയാസവും ഒക്കെ ആയിട്ട് മാറും. എന്നാൽ ലോങ് ടൈമിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. കാര്യം ദൈവത്തിന്റെ വലിയ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാം നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. ഈ കൊർന്നേലിയോസിന് അവിടെ എല്ലാം നല്ല പേരുണ്ടായിരുന്നു, പക്ഷേ തൻ്റെ ജീവിതത്തിൽ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പിതാവാം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ദൂതനെ വിട്ടിട്ട് താൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ പത്രോസിനെ വിളിക്കണം. പത്രോസിനെ വിളിച്ചിട്ട് നീ അവനിൽ നിന്ന് ദൈവവചനം കേൾക്കണം. ഹല്ലേലൂയ. യേശു ആരാണെന്ന് നീ അവനിൽ നിന്ന് കേൾക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകണം. നിന്റെ ജീവിതത്തിൽ ഒരു പുതുജനനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. ഹല്ലേലൂയ. അതാണ് നാം ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. അതിനുശേഷം പത്രോസിന്റെ അടുത്തും അതേപോലെ നമ്മുടെ ദൈവം കണക്ട് ചെയ്യുന്ന ദൈവമാണ്. പത്രോസിന്റെ അടുത്തും അതേപോലെ അതേ സമയത്ത് തന്നോടും ദർശനത്തില് കർത്താവ് ഇടപെടുന്നതാണ്. തന്നെ 6 മണി നേരത്തെ പ്രാർത്ഥിക്കുമ്പോൾ താൻ വെൺമാടത്തിൽ കയറി താൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തനിക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ താൻ വിവശതയിലായി. താൻ കാണുന്ന ഒരു സ്വപ്നം 11 തൊട്ടൊന്ന് വായിച്ചു. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നു, വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു ഭാഗമാണ്. ഞാൻ പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു വാക്യമാണിത്. പത്രോസ്, ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, യഹൂദനെ സംബന്ധിച്ച് 613 നിയമങ്ങളുണ്ട്. ഈ 613 നിയമങ്ങളെ 4ആയിട്ട് തരംതിരിച്ചാൽ, ഒന്ന് മോറൽ ലോയാണ്. മോറൽ ലോ എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെയുള്ള നിയമങ്ങൾ. 2-ാമത്തെ നിയമം സെറിമോണിയൽ ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ശബത്ത്, പെരുന്നാള്, ഇതൊക്കെ ആചരിക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ് സെറിമോണിയൽ ലോസ്. പിന്നെ ഉള്ളത് സിവിൽ ലോ. നമുക്കറിയാം സിവിൽ ലോ എന്താണെന്ന്.
എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, ബ്രദറിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, നെയ്ബേഴ്സിനെ ആയിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് സിവിൽ ലോ. നാലാമത്തെ നിയമമാണ് ഡയറ്റീരിയൽ ഫുഡ് ലോ. ഡയറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയാണ് എന്തൊക്കെ ഭക്ഷിക്കാം, എന്തൊക്കെ ഭക്ഷിച്ചുകൂടാ. യഹൂദനെ സംബന്ധിച്ച് ഈ നിയമങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നിയമങ്ങളാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഒരു ദർശനം കാണുന്നത്. ഇവിടെ പത്രോസിന് വിശക്കുന്നു. നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഇമാജിനേഷനിൽ കണ്ടു കഴിഞ്ഞാൽ പത്രോസിന് വിശക്കുന്നു. അപ്പോഴൊരു തൂപ്പട്ടിയില് ഇങ്ങനെ വ്യത്യസ്തമായി ഒരു തരത്തിലും യഹൂദന് കഴിക്കുവാൻ പാടില്ലാത്ത മൃഗങ്ങളെല്ലാം ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടനെ പറഞ്ഞു, കർത്താവ് ഇതൊന്നും പാടില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പത്രോസ് ചിന്തിച്ചാണ് ഇനി കർത്താവ് തന്നെ പിന്മാറ്റത്തിൽ പോയി കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഇറക്കി കൊടുക്കുന്നതെന്ന് ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ചാണ്. പലപ്പോഴും നമ്മുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ കർത്താവിനെയും വിശുദ്ധി പഠിപ്പിക്കുന്ന ഒരു ചിന്താഗതി നമുക്ക് പലപ്പോഴും ഉണ്ട്. നമ്മൾ വിശുദ്ധരാണ് എന്നുള്ള ഒരു തെറ്റായ ചിന്ത. അപ്പൊ ഇത് രണ്ടാം പ്രാവശ്യവും പത്രോസിനെ കാണിച്ചു, മൂന്നാം പ്രാവശ്യവും കാണിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ അറിയാവുന്നവരെ അല്ലെങ്കിൽ അറിയാമെന്ന് വിചാരിക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ ആ പാടെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ. കൊർന്നല്യോസിനെ ഒരു പ്രാവശ്യം കാണിച്ചപ്പോഴേ കാര്യമൊക്കെ മനസ്സിലായി. പുള്ളിക്ക് ദർശനമൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോസ്തലനായ പത്രോസിന് ഇത് 3 പ്രാവശ്യം കാണിക്കേണ്ട വന്നു. ഈ 3 പ്രാവശ്യം കാണിച്ചിട്ടാണ് പത്രോസ്, എന്നിട്ടും പത്രോസ് ഇതിനെക്കുറിച്ച് ഒരു പിടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇപ്പൊ എൻ്റെ ഏതായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വിശന്നുകൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയതാണ് എന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്കുണ്ടാക്കാം. എന്നാൽ പത്രോസിന് ഇതൊക്കെ കണ്ടിങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് എണ്ണരുത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്ലാനിനകത്ത്, ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ആ ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ആ ഡയറക്ഷനിൽ നമുക്ക് നീങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു 7 വർഷം കൊണ്ട് ദൈവസഭ ലക്ഷങ്ങൾ കഴിയുവാനായിട്ടിടയായി. ലക്ഷത്തിലധികം ആൾക്കാർ ദൈവസഭയോട് ചേരുവാനായിട്ടിടയായി. ഇവിടെ പത്രോസ് ഈ ദൈവശബ്ദം കേട്ടില്ല, ജാതികളിലേക്ക് സുവിശേഷം ചെന്നില്ല എങ്കിൽ എന്തായി തീർന്നേനെ? ജാതികൾ സുവിശേഷം അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ജനം വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായത്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ, നേരത്തെ പറഞ്ഞതിൽ 613 നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിയമങ്ങളൊന്നും പോരാഞ്ഞിട്ട് നമ്മളായിട്ട് പിന്നെ കുറച്ച് നിയമങ്ങളും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് ഇതിന്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ മെന്റാലിറ്റി ഒന്ന് മാറി ദൈവത്തിന് എന്താണ് പറയാനുള്ളത്, ദൈവത്തിന് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ദൈവത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ വാസ്തവമായ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. അവിടെയും ഉറുമ്പിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ പുറകോട്ട് നയിക്കുവാനായിട്ട് ഇടയാകും. പത്രോസിന്റെ ലൈഫിൽ ഈ ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസിന് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും പത്രോസിന് ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. രണ്ടാം പ്രാവശ്യവും ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നോട് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഈ ദർശനം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ച് കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ കണ്ടിട്ടും പത്രോസിന് ഇതിനകത്ത് ഒരു പിടിയും കിട്ടിയില്ല. കാര്യം തൻ്റെ ചിന്തയ്ക്കും തൻ്റെ വിചാരത്തിനും ഒക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് എന്തോ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുള്ളത് പത്രോസിന് മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രോസിനെ അന്വേഷിച്ച് കൊർന്നല്യോസ് വിട്ട ആൾക്കാർ വരുന്നത്. തന്നെ 3 പുരുഷന്മാർ തന്നെ അന്വേഷിച്ചു വന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകുന്നു, ഒന്നും സംശയിക്കാതെ അവരുടെ കൂടെ പോവുക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര ക്ലിയർ ആയിട്ടാണ് പല കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ ദൈവത്തിന്റെ ആ
പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒക്കെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയൊരു ഒരു ഒരു കുറവ് പലപ്പോഴും ആ ദൈവശബ്ദം നാം കേൾക്കാത്തതും ആ ദൈവശബ്ദത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുവാനായിട്ട് നാം കഴിയാത്തതുമാണ്. പലപ്പോഴും ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ശുശ്രൂഷകളുടെയൊക്കെ ഒരു അതിന്റെ ഒരു ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവിടെ പത്രോസ് പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിച്ചെന്നു. അങ്ങനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുന്നതാണ് നാം അവിടെ കാണുന്നത്. ഈ കൈസരിയയിൽ നിന്ന് യോപ്പയിലേക്ക് 30 മൈലാണുള്ളത്. അപ്പൊ ഈ യാത്രയിൽ പത്രോസ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ 24-ാമത്തെ വാക്യത്തില് പിറ്റേന്നാൾ കൈസരിയിലെത്തി അവർ കൊർന്നല്യോസ് എന്ന ചാർച്ചക്കാരുടെയും സ്നേഹിതന്മാരെയും കൂട്ടി. അവിടുത്തെ ഒരു കൾച്ചറാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി, അവരുടെ സ്നേഹിതന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു കൂട്ടി ഒരു ഗസ്റ്റിനെ ആദരിക്കുന്ന ഒരു രീതി. ഇവിടെ പത്രോസ് വന്നപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായതുകൊണ്ട് അതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാര്യം പത്രോസ് പോകുന്ന സമയത്തും പത്രോസിന്റെ കൂടെ കുറെ പേരെയും കൂടെ കൊണ്ടുപോയതായിട്ട് നമുക്ക് ആ ഭാഗത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അതിന്റെ 29 വരെയുള്ള 24 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പിറ്റന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റു അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇത് പത്രോസ് നേരത്തെ ചെന്നപ്പോഴ് പത്രോസിന് അത്രയും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി. എന്താ, ഈ ജാതികളുടെ അടുക്കൽ അവരുടെ ഭവനത്തിൽ ചെല്ലുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ ജാതികളുടെ ഭവനത്തിൽ ചെല്ലുക എന്നുള്ളത്. ഈ മലിനമായത് തന്നെ കാണിച്ചപ്പോൾ അതിനകത്തുള്ള ദൈവിക പ്ലാൻ ഇതാണെന്ന് പത്രോസിന് തൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മനസ്സിലായി. അവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, പത്രോസിനെ അവിടെ ചെന്നപ്പോൾ പത്രോസിന്റെ കാലിൽ വീണ കൊർന്നല്യോസിനെ താന് എണ്ണീപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ഞാനും നിങ്ങൾക്ക് സമനായ ഒരു വ്യക്തിയാണ്. ഇത് പറയുമ്പോൾ തന്നെ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന പേരുകൾ, ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന പേരുകൾ ഒരു 5 പേരിലാണ് അവരറിയപ്പെട്ടിരുന്നത്. ഒന്ന്, അവര് സഹോദരന്മാർ എന്ന് അറിയപ്പെട്ടു, അവർ വിശുദ്ധന്മാരെന്നറിയപ്പെട്ടു, അവർ വിശ്വാസികൾ എന്നറിയപ്പെട്ടു. നാലാമത് അവര് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടു. അതിനകത്ത് ഒരു പേരും കൂടെ, അവർ ശിഷ്യന്മാരെന്ന് അറിയപ്പെട്ടു. വിശ്വാസികൾ, വിശുദ്ധന്മാർ, ശിഷ്യന്മാർ, സഹോദരന്മാർ, ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുകളിലൊക്കെയാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. കാര്യം, അത് പറയാനുള്ളൊരു കാര്യം, ഇതിനപ്പുറത്തായിട്ട് ഒരു പൊസിഷൻസും അവരെ എടുത്തിരുന്നില്ല എന്നുള്ള കാര്യവും നാം ചിന്തിക്കണം. ഈ പേരുകളിലായിട്ടൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ പേരുകളുടെ എല്ലാം അകത്ത് ഇവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു മറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല പേരുകളിലാണ് നാം അറിയപ്പെടുന്നിരിക്കുന്നത്. നമ്മളൊക്കെ ആയിരിക്കുന്ന പല ചർച്ചസിനെ ഇപ്പം വ്യത്യസ്തമായിട്ട് രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്റ്റൽ ചർച്ചിൽ തന്നെ പല 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 പേരുകളാണ് നാം ഇന്നിട്ട് വിളിക്കുന്നത്. ഇന്ന ആൾക്കാരെന്നൊക്കെ നാം വിളിക്കാറുണ്ട്. എന്നാൽ ആദിമസഭയില് ഈ അപ്പോസ്തലന്മാരെല്ലാം അവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത് പല സ്ഥലങ്ങളിലും നാം അഭിസംബോധന ചെയ്യുന്നത് നാം കാണാറുണ്ട്. അപ്പൊ ഇവിടെ ചെന്നപ്പോഴേ പത്രോസ് പറയാണ്, നമ്മളെല്ലാം കൂട്ടു സഹോദരങ്ങളാണ്, ആർക്കും ആരെക്കാളും ഒരു അപ്പർ ഹാൻഡ് ഒന്നുമില്ല, നാം എല്ലാവരും തുല്യരാണ്, നാം എല്ലാവരും ഒരുപോലെ ഉള്ള വ്യക്തികളാണ്, ഒരുപോലെ ദൈവം നമ്മളെല്ലാം സ്നേഹിക്കുന്നു. ശുശ്രൂഷകളിൽ വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷകൾ കാണും, വ്യത്യസ്തമായ വിളി ഉണ്ടായിരിക്കാം, പക്ഷേ
ഒരാളെ എന്തുകൊണ്ടാണ് കൊർന്നല്യോസിന്റെ ഒരു പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയ കൊർന്നല്യോസ് റോമ പൗരത്വമുള്ള അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ഈ പദവികളൊക്കെ വലിയ സ്ഥാനങ്ങൾ പദവികൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ് താൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്രോസിന് കാലെ വീഴുന്നതും തന്നെക്കാൾ വലിയ ശ്രേഷ്ഠനായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ദൂതനൊക്കെ വന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹത്തെ കുറിച്ച്. ആ വലിയ സ്ഥാനങ്ങളൊക്കെ പത്രോസിന് കൊടുക്കുന്നതിനെ ഒരു കാരണം അതാണ്. അവിടെ തന്നെ ആ പശ്ചാത്തലമൊക്കെ പത്രോസ് ഒന്ന് ഉടച്ചിട്ട് ദൈവസഭയുടേതായ ഒരു കൾച്ചർ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികളുടേതായ ഒരു കൾച്ചർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. തന്നെ വിളിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ താൻ പറയുന്നതായിട്ട് കാണാം. അതിന്റെ 34-ാമത്തെ വാക്യം വായിച്ചു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അത് ഭയങ്കര ഒരു റെവലേഷനാണ്. ദൈവസഭയുടെ തന്നെ കാര്യങ്ങളെ മാറ്റിമറിച്ച വലിയൊരു റെവലേഷനാണ് പത്രോസ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഒരു തരത്തിലും ഇവർ രക്ഷയ്ക്ക് പാത്രരായി തീരത്തില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് പത്രോസ് പറയുകയാണ്, ഞാൻ ഇപ്പോൾ എന്താ അറിയുന്നത്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ ക്ലിയർ ആണ് ദൈവത്തിന്റെ വചനം. പലപ്പോഴും നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി, പലർക്കും ഇത് മനസ്സിലാകുന്നില്ല. പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത് പല വിശ്വാസങ്ങളിലും നമ്മളങ്ങ് മുറുകെ പിടിച്ച് നമ്മുടെ പിതാക്കന്മാരൊക്കെ അതാണ്, നമ്മുടെ പിതാക്കന്മാർ ഇതാണ്, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായി വന്നതാന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും അങ്ങ് മറന്നു പോകുന്നു. ദൈവസന്നിധിയിൽ ഇത്രയേ ഉള്ളൂ വ്യവസ്ഥ. ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, നീ ഏത് പാരമ്പര്യത്തിലുള്ളതായിക്കോട്ടെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഏവർക്കും ദൈവമക്കളാകാനുള്ള ഒരു വലിയ അധികാരവും അവകാശവും തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് പറയുന്നതാണ്, ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം പത്രോസ് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് ഇത് ഒരു റെവലേഷനായിട്ട് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. തുടർന്ന് തിരുവചനം അവരോട് നന്നായിട്ട് പത്രോസ് പ്രസംഗിക്കുന്ന 37 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. അത് സുവിശേഷം വളരെ വ്യക്തമായിട്ട് പത്രോസ് അവരോട് സംസാരിക്കുന്നതാണ് ആ ഭാഗം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിൽ ഒക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച് സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. 42-ാമത്തെ വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. 43-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് വളരെ വ്യക്തമായിട്ട് സുവിശേഷം ഈ വ്യക്തികളോട് സംസാരിക്കുന്നു. ഇവര് ഇത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ ദൈവവചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാനിഫെസ്റ്റേഷൻ നടന്നെന്നാണ് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറ്റുള്ളവര് കാണത്തക്ക നിലവാരത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഒരുപക്ഷെ അന്യഭാഷ അടയാളത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളത്തിലായിരിക്കാം. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിയുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും, പരിശുദ്ധാത്മാവ് വരും. പക്ഷെ അങ്ങനെ ഉള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷ് ബൈബിളിലെ പ്രപ്പോസിഷൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം.
while Peter was still speaking these words, the Holy Spirit fell upon all those who were listening to that message. അപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടന്നു. അപ്പോൾ എന്തിനാ ഈ മാനിഫെസ്റ്റേഷൻ നടന്നതിന്റെ മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞാല്, അപ്പോൾ അന്യഭാഷകളില് സംസാരിക്കുന്ന അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കേൾക്കുമ്പോൾ പത്രോസിന്റെ കൂടെ വന്ന പരിച്ഛേദനക്കാർ, വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിനെല്ലാം ഒരു പ്ലാൻ ഉണ്ട്. ആരെവിടെ പോകണം, ആരെ എവിടെ കണക്ട് ചെയ്യുന്നു എന്ന് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു പത്രോസ് മാത്രം ഇവരുടെ കൂടെ പോയപ്പോൾ കുറച്ച് പരിച്ഛേദനക്കാർ എന്ന് പറയുന്ന യഹൂദന്മാരെയും കൂടെ ഇവരുടെ പത്രോസിന്റെ കൂടെ അയച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി പത്രോസ് തിരിച്ചു പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കാതിരുന്നാലോ എന്ന് വിചാരിച്ച കാര്യം, ഇതൊരു വലിയ മാറ്റമാണ്. ദൈവസഭയുടെ വലിയ മറ്റൊരു ഡോർ ഇവിടെ പത്രോസ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പരിച്ഛേദനക്കാരെയും കൂടെ ഒന്ന് ഇതൊരു വിറ്റ്നസ് ചെയ്യുവാനായിട്ട് അയച്ചു. അപ്പൊ ഇവരൊന്ന് വിറ്റ്നസ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഇതാരുടെയും ചിന്തയോ തോന്നലോ സ്വപ്നമോ ഒന്നും അല്ലെന്ന് പിൽക്കാലത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്ത പ്രവൃത്തിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഒപ്പം എന്നുള്ള രീതിയിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് കണ്ട യഹൂദന്മാർക്കെല്ലാം ഇത് കൺവിൻസ്ഡ് ആയി. ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരും ഈ രക്ഷയുടെ പാർട്ടാണ് എന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായപ്പോൾ 47-ാമത്തെ വാക്യത്തില് അവരെ സ്നാനം കഴിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ തിരുവചനം അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്ഷയെല്ലാം അതിന്റെ പൂർത്തീകരണം, കംപ്ലീഷൻ സ്നാനത്തിൽ വന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ സ്നാനത്തോടു കൂടിയാണ് അതിന്റെ ഒരു കംപ്ലീഷൻ ആയിട്ട് പരിശുദ്ധാത്മാവോടെ മുദ്ര ചെയ്യുന്നത്. ഇവിടെ ഈ വ്യക്തികളെല്ലാം സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. പലപ്പോഴും ഈ ശിശു സ്നാനത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പലരും പറയുന്നത്, അവിടെ ആ കുടുംബമായിട്ട് കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുന്നത്. ജസ്റ്റ് അങ്ങനെയല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവര് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തു. നേരത്തെ തന്നെ പറയുന്നു, ഇത് വളരെ ഡിവോട്ടഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ദൈവഭയമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു കൊർന്നല്യോസ്. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ അപ്പോസ്തലന്മാരിൽ നിന്ന് കേൾക്കേണ്ട ഒരു ആവശ്യം തനിക്കുണ്ടായിരുന്നു. തനിക്ക് രക്ഷയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ തന്റെ ജീവിതത്തിലെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരികയും അവർ സ്നാനപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമൊക്കെ വളരെ ക്ലിയർ ആണ്. അതിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. നാം ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടെ തിരുവചനത്തിന്റെ മുമ്പിൽ നിന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളെ ഇതൊരു പുതിയ ചാപ്റ്റർ ആണ് പുതിയ നിയമസഭയില് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തില് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിലും ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പത്രോസിനാൽ തുറക്കപ്പെട്ട ആ ഒരു വാതിൽ തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ മറ്റൊരു സൈഡില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കഴിഞ്ഞ 9-ാം അധ്യായത്തിൽ നാം കാണുവാനായിട്ട് ഇടയായത്. അതാ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എത്ര പ്ലാൻഡ് ആയിട്ടാണ്, എത്ര പർപ്പസ്ഫുൾ ആയിട്ട്, ആ ഡിവൈൻ പർപ്പസ് ഇതിന്റെ എല്ലാം പുറയിലുള്ളത്, ദൈവത്തിന്റെ ഹൃദയം ഇതിന്റെ എല്ലാം പുറയിലുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നും ദൈവസഭകളൊക്കെ അനേക ചലഞ്ചസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ എല്ലാം പുറയിൽ ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. ഇതിന്റെ പുറയിലെല്ലാം ഒരു ദൈവിക പ്ലാൻ ഉണ്ട്. ദൈവം വിചാരിച്ചത് ആരാലും അടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവം വിചാരിച്ച വാതിലുകളൊക്കെ തുറന്നെങ്കിലേ കഴിയത്തുള്ളൂ. ഈ സുവിശേഷം ട്രാവൽ ചെയ്യുന്നതും ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്ലാനും പദ്ധതിയും പ്രകാരമാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇന്ത്യയിൽ സുവിശേഷം എത്തേണ്ടടുത്ത് ഇന്ത്യയിൽ സുവിശേഷം എത്തിയിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഒരു റെമനൻസിനെ ദൈവം എല്ലാ സ്ഥലങ്ങളിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ
ഈ ദിവസങ്ങളിൽ രക്ഷ കേൾക്കും. അവരെല്ലാം ദൈവത്തിന്റെ പാതയിലേക്ക് ഈ സഭയോടുകൂടെ ചേരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും ചലഞ്ചസും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ സുവിശേഷത്തിനെ ട്രാവൽ ചെയ്യിക്കുന്നത്. ഈ പത്രോസും അപ്പോസ്തലന്മാരും ഒക്കെ അവരിങ്ങനെ ഒരു പൊട്ടരെ പോലെ ഇതൊക്കെ അങ്ങ് ഫോളോ ചെയ്തെന്നേ ഉള്ളൂ. പലപ്പോഴും അവർക്ക് പോലും മനസ്സിലായിട്ടില്ല ഇതിനകത്തുള്ള പർപ്പസ് എന്താണെന്ന്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനാണ് ഈ കൊയ്ത്തിന്റെ യജമാനൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ കൊയ്ത്തിന്റെ യജമാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേലക്കാരെ ദൈവം പ്രിപ്പയർ ചെയ്യട്ടെ. ഹല്ലേലൂയ. സുവിശേഷം ജാതികൾ ഈ ഭൂലോകത്ത് മുഴുവനും എത്താനായിട്ട് ദൈവസഭയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നമ്മളാൽ കഴിയോളം അതിനുവേണ്ടി പ്രവർത്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.